പെണ്ണ് ഇയാളെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. പക്ഷേ മൂത്രമൊഴിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ വിഷമിക്കുന്നു. നമ്മുടെ നായകൻ ബ്യൂങ്കോ അവന്റെ ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടായ ദുരന്തങ്ങൾ കാരണം നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഏലിയൻസ് ആണെന്നും അവർ മനുഷ്യരായി രൂപം മാറി ഇവിടെ ജീവിക്കുകയാണെന്നും വിശ്വസിക്കുന്നു. അതിന്റെ പേരിൽ ഏലിയൻ ആണെന്ന് സംശയം തോന്നിയ ഒരു കെമിക്കൽ കമ്പനിയുടെ പ്രസിഡന്റിനെ ഇവർ പിടിച്ചുകൊണ്ടുവരികയാണ്. ഇതേ സമയം നമ്മുടെ പ്രസിഡന്റിന്റെ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ ചു ഇവനെ അന്വേഷിച്ചിട്ട് ഇവന്റെ അമ്മ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ബോങ്ജു താമസിക്കുന്ന വീടിന്റെ ഡീറ്റെയിൽസും ഒക്കെ എടുക്കുന്നു. ഇതേ സമയം ബൂങ്കോ നമ്മുടെ പ്രസിഡന്റിനെ കൊണ്ട് താൻ ഏലിയനാണെന്ന സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻസ്പെക്ടർ ചു നമ്മുടെ ബോങ്കുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഒരു ദിവസം ഫുൾ അതിൽ നിന്ന് അന്വേഷിച്ചിട്ട് അയാൾക്കൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോവാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ ചു പട്ടിയുടെ വായിൽ കിടക്കുന്ന ഒരു എലിന്റെ കഷ്ണം കാണുന്നത്. അതൊരു മനുഷ്യന്റെ കല്ലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അയാളെ ജൂനിയർ ഇൻസ്പെക്ടറിനെ വിളിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ബൂങ്കു ഇയാളെയും കൊല്ലുകയാണ്. ഇതേ സമയം നമ്മുടെ ജൂനിയർ ഇൻസ്പെക്ടർ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ ബ്യൂങ്കോ അവന്റെ അമ്മയെ കാണാൻ പോയ സമയത്ത് നമ്മുടെ പ്രസിഡന്റ് ഇവന്റെ ലാപ്ടോപ്പുകളൊക്കെ പരിശോധിക്കുകയാണ്. അതിൽ അവൻ കൊന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവന്റെ ചൈൽഡ്ഹുഡ് ട്രോമയും ഇവന്റെ പേരിലുള്ള കേസൊക്കെ കാണിക്കുന്നു. അതേസമയം നമ്മുടെ ജൂനിയർ ഇൻസ്പെക്ടറും ഇവിടെ എന്നിട്ട് നമ്മുടെ ബ്യൂങ്കുവിനെ അയാൾ വെടിവെക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കാമുകി വന്നിട്ട് ഇവനെ രക്ഷിക്കുന്നു. എന്നാലേ പ്രസിഡന്റ് എല്ലാം നിന്റെ തോന്നലാണ്, ഞാൻ ഏലിയനൊന്നുമല്ല, വെറും മനുഷ്യനാണ്, എന്നെ വിട്ടയച്ചാൽ നിന്നെ ശിക്ഷിക്കില്ല എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയൻസ് ഒന്നുമല്ല, മനുഷ്യൻ തന്നെയാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നതെന്ന് അയാൾ ഇവനോട് പറയാണ്. എന്നാൽ അയാൾ പറയുന്നതൊന്നും സ്വീകരിക്കാൻ അവൻ തയ്യാറല്ല. അങ്ങനെ ഇവന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം എടുത്തൊരു ലാബിലേക്ക് ഇയാളെയും കൂട്ടി പോവുകയാണ്. നിങ്ങളെപ്പോലെയുള്ളവർ ഈ ലോകത്തെ സംരക്ഷിച്ചിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യേണ്ടി വരുന്നില്ല എന്ന് ഇൻസ്പെക്ടറോട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ലാബിലെത്തിയതിനു ശേഷം ഈ ഇൻസ്പെക്ടറെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ അടിപിടിക്കിടയിൽ നമ്മുടെ സോനി ബൂങ്കുവിനെ ഇയാൾ കൊല്ലുകയാണ്. ഇതേസമയം നമ്മുടെ പോലീസുകാർ വന്നിട്ട് നമ്മുടെ പ്രസിഡന്റിനെ രക്ഷിക്കുന്നു. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പേടകം ബഹിരാകാശത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ പോലീസുകാരെല്ലാം അറ്റാക്ക് ചെയ്ത് നമ്മുടെ പ്രസിഡന്റിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലാവുന്നത്. ബ്യൂങ്കോ ഇത്രയും കാലം പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ഇയാൾ ശരിക്കും ഏലിയന്മാരുടെ രാജകുമാരനായിരുന്നു. സിനിമ മുഴുവൻ ഭ്രാന്തനാണെന്ന് നമ്മൾ കരുതിയ മനുഷ്യൻ അവസാനം സത്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇതാണ് സേവ് ദ ഗ്രീൻ പ്ലാനറ്റ് എന്ന ഈ സിനിമയെ ഒരു മാസ്റ്റർ പീസ് ആക്കി മാറ്റുന്നത്.